നമസ്കാരം. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ശക്തമായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ സൈനിക ശേഷി വലിയ തോതിൽ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നേതൃത്വം എന്ന് പറയേണ്ടി വരും. അതിന് പിന്നാലെയാണ് ഇറാന്റെ നിർണായകമായ നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത്. ടെഹ്റാനിൽ നിന്നും 220 കിലോമീറ്റർ അകലെയുള്ള നതാൻസ് ഇറാന്റെ ആണവ പദ്ധതികളുടെ ഹൃദയമായിട്ടാണ് അറിയപ്പെടുന്നത്. ആക്രമണത്തിൽ നിലയത്തിലെ നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴുണ്ടായ ആക്രമണത്തിൽ ലോകം ഭയപ്പെട്ടതുപോലെ ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2025 ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിലും ഇതേ കേന്ദ്രം ആക്രമിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും നതാൻസിനെ ലക്ഷ്യം വെച്ചതിലൂടെ ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത്. ഇറാനിലെ പ്രകൃതിവാതക കേന്ദ്രങ്ങൾക്കു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. സൗത്ത് പാസിലെയും ബുഷേർ പ്രവിശ്യയിലെയും കേന്ദ്രങ്ങൾക്കു നേരെയാണ് ആക്രമണമുണ്ടായത്. ബുഷഹറിലെ പ്രകൃതിവാതക നിലയത്തിനു നേരെ ഇസ്രായേലി ജെറ്റുകൾ ആക്രമണം നടത്തിയതായി ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അറബിക്കടലും കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം ഇന്നലെ നടത്തിയിരുന്നു. ഇതോടെ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങൾ പാടെ തകിടം മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന കേന്ദ്രമായ ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ ഇറാൻ 2 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപേ ഇവ തകർക്കപ്പെട്ടെങ്കിലും ആക്രമണ പരിധി ഇറാൻ വർദ്ധിപ്പിച്ചത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കും മാലദ്വീപിനും തൊട്ടടുത്തുള്ള ഈ മേഖലയിലെ യുദ്ധകാഹളം ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുമതി നിഷേധിച്ച ശ്രീലങ്കയുടെ നടപടി വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇറാന്റെ ആക്രമണം ഭയന്നാണ് ലങ്ക ഈ കടുത്ത തീരുമാനമെടുത്തതെന്നാണ് സൂചന. ഡീഗോ ഗാർഷ്യ വരെ ഇറാന്റെ മിസൈലുകൾ എത്തുമെങ്കിൽ ശ്രീലങ്കയും അവരുടെ പരിധിയിലാണെന്ന തിരിച്ചറിവ് കൊളംബോയെ ജാഗരൂകരാക്കുന്നു. യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ വേണമെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇറാന്റെ നേതാക്കൾ മാത്രമല്ല, ഇപ്പോഴിതാ അവരുടെ ആയുധപ്പുര തന്നെ കത്തിച്ചാമ്പലാകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ഇറാൻ ഞെരുങ്ങിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. പശ്ചിമേഷ്യ രക്തകലുഷിതമായി തന്നെ തുടരുകയാണ്.